ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സാധനം വാങ്ങണം. ഒരാഴ്ചയായി ഇവിടെ എല്ലാം ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കറിയും സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലേക്ക് പോകാമെന്ന്. അത്രയേ ഉള്ളൂ, ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ. അപ്പം വണ്ടിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം നമുക്ക്. നമ്മളിവിടെ വണ്ടി ബുക്ക് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് സാനസം ആണ്. അപ്പം നമുക്ക് 49,000 വേണ്ടിയാണ് നമുക്ക് ആപ്പിൽ കാണിക്കുന്നത് അങ്ങോട്ടേക്ക് ചാർജ്. അപ്പം നമുക്ക് ബുക്കാക്കിയിട്ട് നിൽക്കാം. അപ്പോൾ വണ്ടി ബുക്കായിട്ടുണ്ട്. 3 മിനിറ്റിനുള്ളിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 160 രൂപയാണ് നമ്മുടെ നാട്ടിലെ ചാർജ് വരുന്നത് ഈ 5 മിനിറ്റേക്ക്. അപ്പോൾ നമ്മളെ വണ്ടി വന്നു. നമുക്കൊരു മാർക്കറ്റിൽ പോയിട്ട് ആടെ എങ്ങനെയുണ്ടെന്ന് കാണാം. നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 800 മീറ്റർ മാത്രമേ ഈ നമ്മൾ പോകുന്ന മാർക്കറ്റിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്താനായി. ഏകദേശം ഇപ്പോൾ ഒരു 3 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നടക്കേണ്ട ദൂരേ ഉള്ളൂ, പക്ഷേ വണ്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത വണ്ടിയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആക്കിയതിന് 49,000 വേണ്ടി ഏകദേശം 150 റുപ്യ ഈ 800 മീറ്റർ ദൂരത്തേക്കാണ് സാനസം എന്നുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ബുക്കാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ബൈക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ബൈക്കിൽ എല്ലാവരും വന്നിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ട് പോകും. എല്ലാവർക്കും നല്ല ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരിതാണിത്. ഫുള്ള് ഫ്രൂട്ട്സാണ് ആദ്യം കിട്ടുന്നത് നമുക്ക്. പിന്നെ അങ്ങോട്ടേക്കാണ് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം. നമ്മൾ മെയിനായിട്ട് പച്ചക്കറി, തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങുന്നിരുന്നു. പിന്നെ ഫിഷ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിന്ന് വാങ്ങാനില്ല. അപ്പം ഇതാണ് നമ്മളെ സാധനം വാങ്ങുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം അങ്ങ് അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങാം. അല്ലെങ്കിൽ സാധനം വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോലെ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ മെയിനായിട്ടും മറ്റേ പന്നിയിറച്ചിയെല്ലാമാണ് വിൽക്കുന്നത്. ചിക്കനേക്കാളും കൂടുതൽ പന്നിയാണ്. അതിങ്ങനെ തൂക്കിയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പന്നി ഫ്രൈ ചെയ്തതും എല്ലാ തരത്തിലുള്ളതും ഉണ്ട്. പക്ഷേ നമ്മ പന്നി കഴിക്കുന്ന കുറവായതുകൊണ്ട് എങ്ങനെ ഇതുവരെ പന്നി ട്രൈ ചെയ്യാൻ വാങ്ങിയിട്ടില്ല. എല്ലാവരും അധികം ഇവിടെ വാങ്ങുന്നത് പന്നി തന്നെയാണ്. പന്നിയും ബീഫ് തന്നെയാണ്. ചിക്കൻ കുറവാന്ന് എല്ലാവരും. ഇതാ വലിയ കൂന്തലൂക്ക്. കുറേ ഫിഷിനെ കൊണ്ട് ഉണ്ടാക്കിയ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മൾ എപ്പോഴും തേങ്ങ വാങ്ങുന്ന സ്ഥലം. ഇവിടുന്ന് തേങ്ങ ചിരകിയിട്ട് തരും. 1 കിലോ ആണോ എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ചിരകിയിട്ട് തരും. അതുകൊണ്ട് നമുക്ക് പണി വേഗമാവും. 1 കിലോ തേങ്ങയുടെ വില എന്ന് പറയുന്നത് 65,000 വേണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ 220 രൂപ വരും. അപ്പം അടുത്ത് നമ്മൾ നേരെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കടയിലേക്കാണ് പോയത്. വലിയ പൈനാപ്പിളും ഉണ്ട്, ചെറിയ പൈനാപ്പിളും ഉണ്ട്. 15,000 27,000 അല്ലേ. അപ്പം നമുക്ക് ഒരു പൈനാപ്പിൾ വാങ്ങാം. ബിരിയാണി എന്തെങ്കിലും വെക്കുമ്പോൾ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. നമ്മൾ ഡെയിലി വാങ്ങുന്ന ചേച്ചി ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങുന്നത്. ഇത് നല്ല ഫ്രഷ് ക്യാരറ്റ് എല്ലാം കിട്ടും. എല്ലാം ഫ്രഷ് ആയിട്ടില്ലയാണ്. ബ്രൊക്കോളി എല്ലാം നല്ല വലിയ വിലയില്ല. ഇടാം എല്ലാത്തിനും ഒരു 40-45 രൂപയേ ഉള്ളൂ കിലോന് വരുന്നത്. കൈപ്പക്കെല്ലാം 15,000 വേണ്ടി, കക്കരിക്കൊക്കെ 15,000, പിന്നെ ബീൻസിന് 15,000 വേണ്ടി. അതായത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു 45-50 രൂപക്കുള്ളിൽ നമുക്ക് ഇടുന്ന എല്ലാ പച്ചക്കറി ഏകദേശം കിട്ടും. കുറച്ച് ക്യാരറ്റ് എടുക്കാം. നല്ല ഫ്രഷ് ക്യാരറ്റാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും അവിയലെല്ലാം വെക്കുമ്പോൾ ഇടാലോ. പിന്നെ ഇവിടെ കിട്ടുന്നത് കുറച്ച് ചോന്നമുളകാണ്. പച്ചമുളക് കുറച്ച് കുറവ്. ഈ ചോന്നമുളക് പക്ഷെ നല്ല എരിവുണ്ട്. ഒരു 1.5 ലിട്ടം തന്നെ നല്ല എരിവുണ്ട് അതിന്. പച്ച കുറവാണ് ഇവിടെ അധികം കിട്ടുന്നത്. ബീൻസ് മാത്രമേ ഉള്ളൂ, പയറൊന്നും ഇല്ല. നമുക്ക് ബീൻസ് എടുക്കാം. ഇത് തൂക്കിയിട്ടൊന്നല്ല എടുക്കുന്ന. ലാസ്റ്റ് എല്ലാം കൂടി അവർ തൂക്കിയാണ് ചെയ്തത്. നമുക്ക് വേണ്ട സാധനം നമ്മൾ എടുത്തു കൊടുക്കും. ഇതാണ് ഇവിടുത്തെ കൈപ്പക്ക. നമ്മുടെ നാട്ടിലെ കൈപ്പക്കയെന്നും വ്യത്യസ്തമാണ് അതിൻ്റെ ടെക്സ്ചർ കാണാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇവിടുന്ന് ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. ബ്രൊക്കോളി വേണ്ട? ബ്രൊക്കോളി വേണം ഒന്ന്. ചെറുതാണ് വേണോ? എടുത്തോ. പിന്നെ ഇവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് നമ്മ വേണമെന്ന് എടുക്കും കൊടുക്കും, അവര് പൈസ കാണിച്ചു തരും നമുക്ക് എത്രയായി. ടോട്ടൽ എത്ര പൈസ ചോദിക്കണം ചോദിക്കും. പിന്നെ കുറേ ഇലയിലും ഉണ്ട്, അതൊന്നും നമുക്ക് അങ്ങനെ ടേസ്റ്റ് പിടിക്കുന്നില്ല. നമ്മ ഒരു തക്കാളി മേടിച്ചിട്ടില്ല. മറന്നു. ഞാനോ അവരെല്ലാം വാങ്ങുമ്പോൾ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ ഗ്രാസ് ലീവ്സോ അങ്ങനെ എന്തെങ്കിലും തരും അല്ലേ? തരും. പക്ഷെ നമുക്ക് ആ ഗ്രാസിന്റെ വേണ്ടാത്തോണ്ട് നമ്മ എപ്പോഴും മല്ലിച്ചപ്പ വാങ്ങും. തക്കാളിക്ക് എത്ര കിലോന്? 12,000 വേണ്ടിയല്ലോ. തക്കാളിക്കെല്ലാം ചില സമയത്ത് നല്ല റേറ്റ് ഉണ്ടാകും ഇവിടെ. ഉള്ളി വാങ്ങിക്കോ. ഉള്ളി അത് വെള്ളുള്ളി അല്ലേ? ചുവന്ന ഉള്ളി കിട്ടൂല, അടച്ചിട്ടുണ്ട് പിടിയാ. ഇതാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്ന ഉള്ളി. തൽക്കാലത്തേക്ക് വെള്ള ഉള്ളി വാങ്ങിക്കോ. നമുക്കിപ്പോൾ കുറച്ചായിട്ട് ചുവന്നുള്ളി കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം കുറച്ച് കുറവാണ്, വെള്ളുള്ളി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. കുറേ ഇലയിലും ഉണ്ടാവില്ല, നമുക്ക് തിന്നാനുള്ളൊരു നമുക്ക് ആ ടേസ്റ്റ് പിടിക്കുന്നില്ല. എത്രയായാലും ഹൗ മച്ച്? അവർ കാണിക്കുന്നുണ്ട് പൈസ എത്ര നോക്ക്. 50, 60, 70, 75,000 വേണ്ടിയായി പറഞ്ഞത്. ഇത്ര പച്ചക്കറിക്കെല്ലാം കൂട്ട് 75,000 വേണ്ടിയാണ്. 75,000 വേണ്ടി. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാം. 75,000 വേണ്ടി പറഞ്ഞാൽ നമ്മൾ എത്ര, ഏകദേശം ഒരു 250 അടുത്ത് 250 റുപ്യ വരും. ഇത്ര പച്ചക്കറി ഏകദേശം പച്ചക്കറി 250 റുപ്യക്ക്. ഓക്കെ. ഇവിടെ 1 ലക്ഷം വേണ്ടിയും 2 ലക്ഷം വേണ്ടിയും 5 ലക്ഷം വേണ്ടിയും നോട്ട് ഉണ്ട്. ഇപ്പൊ 1 ലക്ഷം വേണ്ടിയും നോട്ടാ കൊടുത്തത്. നമുക്കിതാ എത്ര മടക്കി തന്നത്? 25,000 വേണ്ടി മടക്കി തന്നത് 1 ലക്ഷം കൊടുത്തപ്പാട്. അതായത് 75,000 വേണ്ടി. ഇഞ്ചിക്ക് എത്ര? 40,000 വേണ്ടിയാ പറഞ്ഞത്. കുറച്ച് ഇഞ്ചി എടുത്താണ്. എത്ര ഇഞ്ചി വേണം മുത്തേ? മതിയാ? മതി. വെളുത്തുള്ളി ഇതല്ലേ? നല്ല വലിയ വെളുത്തുള്ളി കേട്ടോ, വലിയ വെളുത്തുള്ളി. അഞ്ചെണ്ണം മതിയാ? പേസ്റ്റ് ആക്കാൻ കുറച്ചെടുത്തോ. പേസ്റ്റ് ആക്കി വെക്കാനാ? ചുവന്നുള്ളി കിട്ടുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. ചുവന്നുള്ളി പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ഉണ്ട് ഇഷ്ടം മാതിരി. 10 എടുത്തു കേട്ടോ. മതി. ടോട്ടൽ എത്രയായി നമുക്ക്? How much for this? How much? 50, 30. ഇത് 30,000 വേണ്ടിയാണ് കേട്ടോ. വേണോ? ഉള്ളി ഇല്ലല്ലോ വേറെ? മറ്റേ കുറെ വാങ്ങി. വെള്ള ഉള്ളി ഉണ്ട്, കുറച്ച് വാങ്ങിക്കോ. കുറച്ച് മേടിക്കും. വെള്ളുള്ളി അങ്ങനെ ഒന്നും ആവുന്നില്ലല്ലോ വേഗം. പക്ഷെ എല്ലാം മുളകെല്ലാം പൊടിച്ചിട്ടെല്ലാം വെച്ചിട്ട് വരും. ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. മതിയോ? മതി. മുളക? How much?
നമ്മലം 55. 55. ഇവർ ഫോണ്, കാൽക്കുലേറ്റർ, പിന്നെ പൈസ എടുത്ത് കാണിക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പൈസ അവർ കൺവേർട്ടാക്കി തരുന്നത് എത്രയായി എന്നുള്ളത്. 5 ലക്ഷം വേണ്ടിയിട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നോട്ട്. ഏറ്റവും വലിയ ഒരു 2000 റുപ്യൻ്റെ അടുത്താവും. ഒരു 1700 1800 വേണ്ടിയാവും. അപ്പോൾ ഇത്ര സാധനം, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി എല്ലാം കൂടി വാങ്ങിയതിന് 55,000 വേണ്ടി, ഏകദേശം 200 റുപ്യ അല്ലേ? എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. വിയറ്റ്നാം, ടെറ്റ് വിയറ്റ്നാം. ഓക്കെ, ഹോളിഡേ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞു. പോകുന്ന പോക്കിൽ ഇവിടെ കുറേ സ്ട്രോബെറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ട്രോബെറി എടുക്കാം. ഈ ഒരു പാക്കിന് 75,000 വേണ്ടിയാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ ഓക്കെ ഒരു പാക്കറ്റ് സ്ട്രോബെറിയും കൂടി എടുക്കാം. നല്ല സ്ട്രോബെറിയാന്ന് തോന്നുന്നു കാണുമ്പോൾ. നല്ല പഴുത്തേക്കണം. പഴുത്ത നല്ല സ്ട്രോബെറിയാന്ന്. ഇതാ നല്ല കവറിങ് എല്ലാം ആക്കിയിട്ട് നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാക്കറ്റ് സ്ട്രോബെറിയും കൂടി എടുക്കാം. താങ്ക് യു. കമൂൺ. അങ്ങനെ നല്ലൊരു പാക്കറ്റ് സ്ട്രോബെറിയും കൂടി കിട്ടിയിട്ടുണ്ട്. പോകാം. അതിൽ നടന്നിട്ട് കുറച്ച് ക്ഷീണിച്ചു. അപ്പം നമുക്ക് ഇനി ഒരെളുന്നർ ഓടിക്കാം. ചുവന്ന കളർ എളുന്നറ അല്ലേ? നല്ല മധുരമുണ്ട്. നമ്മുടെ നാട്ടിലെ ചെന്തെങ്ങിനെ പോലെ നല്ല മധുരമുണ്ട് കേട്ടോ. ചെറുതാണ് പക്ഷെ നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് 2 എളുന്നർ കുടിച്ചു നോക്കാം അല്ലേ? എത്ര? 45 റുപ്യ ഒന്നിന്. 15,000 വേണ്ടി, ഏകദേശം 45 റുപ്യ. കുടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരം. നല്ല മധുര. തരിപ്പില്ല, മധുരം മാത്രം. പക്ഷേ ഇവിടെ പച്ച കളറിൽ ഇളന്നറും ഉണ്ട്, പക്ഷെ അത് മധുരം ഇല്ല എന്നാ പറയുന്നത്. നമ്മ വണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് അവർ പറഞ്ഞു കസേര എന്നിട്ട് ഇതിൽ ഇരുന്നോ എന്നെല്ലാം പറഞ്ഞു. അത്ര നല്ല ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. അവർ കണ്ട അവരെ ഊഞ്ഞാലെല്ലാം ആക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ആടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഇളന്നറ് കൊടുക്കും, ശേഷം അവിടെ റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അധികം ആൾക്കാരും അങ്ങനത്തെ ഒരു വൈബില്ലവരാണ്. വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് വണ്ടിയിൽ പോവാം. ഈ സാധനം കൂടി ക്ഷീണിച്ചു. സാധനമെല്ലാം വാങ്ങി ക്ഷീണിച്ച് ഈ വാങ്ങിയ സാധനമെല്ലാം കൊണ്ട് നമ്മൾ പോകുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മ വാങ്ങിയ 1 കിലോ തേങ്ങ എന്ന് പറയുന്നത് ചിരകിയിട്ട് 1 കിലോ വെയിറ്റ് ആക്കി തരുന്നതാണ്. നമ്മൾ ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഒരു 1-2 ആഴ്ച ഉപയോഗിക്കുന്നത്. തേങ്ങയിൽ നമുക്ക് നല്ല ലാഭമായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ചാൽ വരുമ്പോൾ എണ്ണയും തേങ്ങയൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. എത്ര 1 കിലോ റേറ്റ്? 65,000 വേണ്ടി വരുന്നുണ്ട്. അതായത് ഒരു 200-220 രൂപേൻ്റെ ഉള്ളിലാണ് വരുന്നത്. ചിരകിയത് ഒരു 3 തേങ്ങയെല്ലാം ചിരകിയിട്ടാണ് അവർ 1 കിലോ തരുന്നത്. നല്ല മൂത്ത തേങ്ങയല്ല, ഒരു മീഡിയത്തിലുള്ള തേങ്ങയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനമെല്ലാം വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാളിൽ പോയിട്ട് ബാക്കി സാധനങ്ങളും കൂടി വാങ്ങണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിയ സാധനങ്ങൾ. അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.